भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ ഉത്തരാർദ്ധ അധ ചതുസ്സപ്തതിതമോऽധ്യായः. ശ്രീശുക ഉവാച ഏവം യുധിഷ്ഠിരോ രാജാ ജരാസന്ധവധം വിഭോ കൃഷ്ണസ്യ ചാനുഭാവം തം ശ്രുത്വാ പ്രീതസ്തമബ്രവീൽ. യേ സ്യുസ്ത്രൈലോക്യഗുരവഃ സർവേ ലോകമഹേശ്വരാ വഹന്തി ദുർലഭം ലബ്ധ്വാ ശിരസൈവാനുശാസനം. സ ഭവാനരവിന്ദാക്ഷോ ദീനാനാമീശമാനിനാം ധത്തേനുശാസനം ഭൂമംസ്തദത്യന്തവിഡംബനം. ന ഹ്യേകസ്യാദ്വിതീയസ്യാ ബ്രഹ്മണ പരമാത്മനാ കർമ്മഭിർവർദ്ധത്തെ തേജോ ഹ്രസത്തെ ച യഥാരവേ. ഹരേ നവൈതേചിതഭക്താനാം മമാഹമിതി മാധവ ത്വം തവേതി ച നാനാധി പശൂനാമിവ വൈകൃതാ. ശ്രീശുക ഉവാച ഇത്യുക്ത്വാ യജ്ഞേ കാലേ വവ്രേ യുക്താൻ സഋത്വിജ കൃഷ്ണാനുമോദിത പാർത്ഥോ ബ്രാഹ്മണാൻ ബ്രഹ്മവാദിന. ദ്വൈപായനോ ഭരദ്വാജഃ സുമന്തുർഗൗതമോസിത വസിഷ്ഠശ്ച വനകണ്ണോ മൈത്രേയ കവശസ്ത്രിത. വിശ്വാമിത്രോ വാമദേവഃ സുമതിർജൈമിനി ക്രതു പൈലപരാശരോ ഗർഗോ വൈശമ്പായന ഏവ ച. അഥർവാ കശ്യപോ ധൗമ്യോ രാമോ ഭാർഗവാസുരി വീതിഹോത്രോ മധുച്ഛന്ദാ വീരസേനോ കൃതവ്രണ. ഉപഹൂതാസ്തഥാ ചാന്യേ ദ്രോണഭീഷ്മകൃപാദയാ ധൃതരാഷ്ട്രഃ സഹസുതോ വിദുരശ്ച മഹാമതി. ബ്രാഹ്മണാ ക്ഷത്രിയാ വൈശ്യാ ശൂദ്രാ യജ്ഞദിദൃക്ഷവ തത്രേയു സർവരാജാനോ രാജ്ഞാം പ്രകൃതയോ നൃപ. തതസ്തേ ദേവേ ജനം ബ്രാഹ്മണാ സ്വർണലാംഗലൈ കൃഷ്ട്വാ തത്ര യഥാമ്നായം ദീക്ഷയാശ്ചക്രിരേ നൃപം. ഹൈമാകിലോപകരണാ വരുണസ്യ യഥാ പുരാ ഇന്ദ്രാദയോ ലോകപാലാ വിരിഞ്ച ഭവസംയുത. സഗണാ സിദ്ധഗന്ധർവാ വിദ്യാധരമഹോരഗാ മുനയോ യക്ഷരക്ഷാംസി ഖഗകിന്നരചാരണ. രാജാനശ്ച സമാഹൂതാ രാജപത്ന്യശ്ച സർവശാ രാജസൂയം സമീയുസ്തേ രാജ്ഞ പാണ്ഡുസുതസ്യ വൈ. മേനിരേ കൃഷ്ണഭക്തസ്യ സൂപപന്നമവിസ്മിത. അയാജയൻ മഹാരാജം യാജകാദേവവർച്ചസ രാജസൂയേന വിധിവൽ പ്രാചേതസമിവാമരാ. സൗത്യേഹന്യവനീപാലോ യാജകാൻ സദസസ്പതീൻ അപൂജയൻ മഹാഭാഗാൻ
യഥാവൽ സുസമാഹിത. സദസ്യാഗ്രാർഹണാർഹം വൈ വിമർശന്ത സഭാസദാ നാധ്യഗച്ഛന്നനൈകാന്ത്യാൽ സഹദേവസ്തദാ ബ്രവീൽ. അർഹതി ഹ്യച്യുത ശ്രൈഷ്ഠ്യം ഭഗവാൻ സാത്വതാംപതി. ഏഷ വൈ ദേവതാ സർവാ ദേശകാലധനാദയ. യദാത്മകമിദം വിശ്വം കൃതവശ്ച യദാത്മക. അഗ്നിരാഹുതയോ മന്ത്ര സാഖ്യം യോഗശ്ച യത്പരാ. ഏക ഏവാദ്വിതീയോ സാ വൈ തദാത്മ്യമിദം ജഗൽ. ആത്മനാത്മാശ്രയസഭ്യാ സൃജത്യവതിഹന്ത്യജ. വിവിധാനീഹ കർമാണി ജനയൻ യദവേക്ഷയാ. ഈഹതേ യദയം സർവ ശ്രേയോ ധർമാദിലക്ഷണം. തസ്മാൽ കൃഷ്ണായ മഹതേ ദീയതാം പരമാർഹണം. ഏവം ചേൽ സർവഭൂതാനാമാത്മനശ്ചാർഹണം ഭവേൽ. സർവഭൂതാത്മഭൂതായ കൃഷ്ണായാനന്യദർശിനേ. ദേയം ശാന്തായ പൂർണ്ണായ ദത്തസ്യാനന്ദ്യമിച്ഛത. ഇത്യുക്ത്വാ സഹദേവോ ഭൂത്തൂഷ്ണീം കൃഷ്ണാനുഭാവവിൽ. തച്ഛ്രുത്വാ തുഷ്ടുവു സർവേ സാധു സാധ്വിതി സത്തമാ. ശ്രുത്വാ ദ്വിജേരിതം രാജാ ജ്ഞാത്വാഹാർദം സഭാസദാം. സമർഹയധൃഷീകേശം പ്രീത പ്രണയവിഹ്വല. തൽപാദാവനിജ്യാപ ശിരസാലോകപാവനീ. സഭാര്യ സാനുജാമാത്യ സകുടുംബോ വഹൻ മുദാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വാസോഭിപീതകൗശേയർഭൂഷണൈശ്ച മഹാധനൈ. അർഹൈത്വാശ്രുപൂർണാക്ഷോ നാശകൽ സമവേക്ഷിതും. ഇദ്ധം സഭാജിതം വീക്ഷ്യ സർവേ പ്രാഞ്ജലയോ ജനാ. നമോ ജയേതി നേമുസ്തം നിപേതു പുഷ്പവൃഷ്ടയാ. ഇദ്ധം നിശമ്യ ദമഘോഷസുതസ്വപീഠാദുദ്ധായ. കൃഷ്ണഗുണവർണ്ണനജാതമന്യു ഉൽക്ഷിപ്യ ബാഹുമിതമാഹ സദസ്യമർഷി. സംശ്രാവയൻ ഭഗവതേ പരുഷാണ്യഭീത. ഈശോ ദുരത്യകാല ഇതി സത്യവതി ശ്രുതി. വൃദ്ധാനാമപിയൽ ബുദ്ധിർബാലവാക്യർവിഭിദ്യത്തെ. യൂയം പാത്രവിദാം ശ്രേഷ്ഠ മാമധ്വം ബാലഭാഷിതം. സദസസ്പതയഃ സർവേ കൃഷ്ണോ യൽ സമ്മതോർഹണേ. തപോ വിദ്യാവൃതധരാൻ ജ്ഞാനവിധ്വസ്തകൽമഷാൻ. പരമർഷീൻ ബ്രഹ്മനിഷ്ഠാൻ ലോകപാലൈശ്ച പൂജിതാൻ. സദസ്പതീനതിക്രമ്യ ഗോപാലകുലപാംസന. യഥാകാകപുരോടാശംസപര്യാം കഥമർഹതി. വർണ്ണാശ്രമകുലാപേതാ സർവധർമ്മ ബഹിഷ്കൃത. സ്വൈരവർത്തി ഗുണൈർഹീന സപര്യാം കഥമർഹതി. യയാദിനൈഷാം ഹി കുലം ശപ്തം സദ്ഭിർബഹിഷ്കൃതം. വൃഥാപാനരതം ശശ്വൽ സപര്യാം കഥമർഹതി. ബ്രഹ്മർഷി സേവിതാൻ ദേശാൻ ഹിത്വൈതയ ബ്രഹ്മവർച്ചസം. സമുദ്രം ദുർഗമാശ്രിത്യ ബാധന്തെ ദസ്യവ പ്രജാ. ഏവമാദിന്യ ഭദ്രാണി ബഭാഷേ നഷ്ടമംഗള. നോവാച കിഞ്ചിൽ ഭഗവാൻ യഥാ സിംഹ ശിവാരുതം. ഭഗവൻ നിന്ദനം ശ്രുത്വാ ദുസ്സഹം തത്സഭാസദാ. കർണൗ പിധായ നിർജഗ്മു ശപന്തശ്ചേദിപം ജുഷാ. നിന്ദാം ഭഗവത ശൃണ്വം തൽപരസ്യ ജനസ്യ വാ. തതോ നാപൈതി യസോപി യാത്യഥ സുകൃതാച്യുത. തത പാണ്ഡുസുതാ ക്രുദ്ധാ മത്സ്യകൈകയ സൃഞ്ജയാ. ഉദായുധാ സമുദ്ധസ്ഥു ശിശുപാലജിഘാംസവ. തതശ്ചൈദ്യസ്ത്വ സംഭ്രാന്തോ ജഗൃഹേ ഖഡ്ഗചർമ്മണി. ഭത്സയൻ കൃഷ്ണപക്ഷീയാൻ രാജ്ഞ സദസി ഭാരത. താവദുദ്ധായ ഭഗവാൻ സ്വാൻ നിവാര്യ സ്വയം രുഷാ. ശിര ക്ഷുരാന്തചക്രേണ ജഹാരാപതതോ രിപോ. ശബ്ദകോലാഹലോപ്യാസീൽ ശിശുപാലേ ഹതേ മഹാൻ. തസ്യാനുയായിനോ ഭൂപ
ദുദ്രുവുർജീവിതൈഷിണ ചൈദ്യദേഹോദ്ധിതം ജ്യോതിർവാസുദേവമുപാവിശൽ പശ്യതാം സർവഭൂതാനാമുൽക്കേവ ഭുവി ഘാച്യുത ജന്മത്രയാനുഗുണിതവൈരസംരബ്ധയാ ധിയാ ധ്യായസ്തന്മയതാം യാതോ ഭാവോ ഹി ഭവകാരണം ഋത്വിഭ്യ സദസ്യേഭ്യോ ദക്ഷിണാം വിപുലാമദാൽ സർവാൻ സംപൂജ്യ വിധിവൽ ചക്രേവ ഭൃതമേകരാട് സാധയിത്വാ കൃതും രാജ്ഞ കൃഷ്ണോ യോഗേശ്വരേശ്വര ഉവാസ കതിചിന്മാസാൻ സുഹൃദ്ഭിരഭിയാചിത തതോനുജ്ഞാപ്യ രാജാനമനിച്ഛന്തമപീശ്വര യയൗ സഭാര്യ സാമാത്യ സ്വപുരം ദേവകീസുത വർണ്ണിതം തതുപാഖ്യാനം മയാ തേ ബഹുവിസ്തരം വൈകുണ്ഠവാസിനോർജന്മ വിപ്രശാപാൽ പുനഃ പുനഃ രാജസൂയാവഭൃദ്ധ്യേന സ്നാതോ രാജാ യുധിഷ്ഠിര ബ്രഹ്മക്ഷത്രസഭാമധ്യേ ശുശുഭേ സുരരാടിവ രാജ്ഞാ സഭാജിതാ സർവേ സുരമാനവഘേചരാ കൃഷ്ണം ക്രതും ച ശംസന്ത സ്വധാമാനിയയുർമുദാ ദുര്യോധനമൃതേ പാപം കലിം കുരുകുലാമയം യോ നസേഹേ ശ്രിയം സ്ഫീതാം ദൃഷ്ട്വാ പാണ്ഡുസുതസ്യ താം യൈദം കീർത്തയേദ്വിഷ്ണോ കർമ്മ ചൈദ്യവധാദികം രാജമോക്ഷം വിതാനം ച സർവപാപൈ പ്രമുച്യത്തെ. ശ്രീഹരേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ശിശുപാലവധോ നാമ ചതുസ്സപ്തതിതമോऽധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരോപാസന വീണ്ടും മറ്റൊരു ദിവസം 677 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിലെ 74 അധ്യായമാണ് നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചതും. ഇനി അതിലെ ആദ്യത്തെ ചില ശ്ലോകങ്ങളാണ് വ്യാഖ്യാനിച്ച് പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നതും. ശ്രീശുബ്രഹ്മർഷി പരീക്ഷത്തിൻ്റെ അടുത്ത് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രീശുബ്രഹ്മർഷി പറഞ്ഞു, ഏവം യുധിഷ്ഠിരോ രാജ ജരാസന്ധവധം വിഭോ കൃഷ്ണസ്യ ചാനുഭാവം തം ശ്രുത്വാ പ്രീതസ്തമബ്രവീൽ. യുധിഷ്ഠിര മഹാരാജാവ് ഇങ്ങനെ ഭഗവാൻ ആ ശ്രീകൃഷ്ണന്റെ തം അനുഭാവം, ആ മാഹാത്മ്യത്തെയും ജരാസന്ധവധത്തെയും കേട്ടിട്ട് പ്രീതഃ സന്തുഷ്ടനായി ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ്. ബ്രാഹ്മണർ യുധിഷ്ഠിരനു വേണ്ടി രാജസൂയം കഴിച്ച രംഗം വർണ്ണിക്കുകയാണ്. അഗ്രപൂജയുടെ സമയത്താണ് ഭഗവാനെ അതിനിശിതമായി അപരാധ ശരങ്ങളെയുന്ന ശിശുപാലനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഭീമസേനനെ കൊണ്ട് ജരാസന്ധനെ ഭഗവാൻ ഇല്ലാതെയാക്കി എന്നറിഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി ഭഗവാനോട് പറയാണ്, യേസ്യുസ്ത്രൈലോക്യ ഗുരവ സർവേ ലോകമഹേശ്വര വഹന്തി ദുർലഭം ലബ്ധ്വാ ശിരസൈവാനുശാസനം. യേ ത്രൈലോക്യ ഗുരവ, ആരാണോ 3 ലോകങ്ങളുടെയും ഗുരുക്കൾ, അവരും ലോകമഹേശ്വര, ലോകത്തിൻ്റെ മഹേശ്വരന്മാരായിരിക്കുന്ന സർവേ സകലരും ദുർലഭം അനുശാസനം, ലഭിക്കാൻ പ്രയാസമായ അനുശാസനത്തെ ലഭിച്ചിട്ട് ശിരസ ഏവം വഹന്തി, ശിരസ്സുകൊണ്ട് തന്നെ അതിനെ വഹിക്കുന്നു. അവിടെ
ഭഗവാനെ ത്രിലോകത്തിലുള്ള സകല ആളുകളാം പൂജിക്കപ്പെടാൻ യോഗ്യരായ സനകാദി ഗുരുക്കന്മാര്, ഇന്ദ്രാദികളാകുന്ന അഷ്ടദിക്പാലകന്മാര്, അവരൊക്കെ തന്നെ അതിദുർലഭമായ അവിടുത്തെ ആജ്ഞയെ സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നു. ആ ആജ്ഞ കിട്ടിയാൽ അവരത് ശിരസ്സുകൊണ്ട് ധരിച്ച് വേണ്ടതുപോലെ നടത്തുന്നു. സ ഭവാനരവിന്ദാക്ഷ, അങ്ങനെയുള്ള അവിടുന്ന്, താമരക്കണ്ണനായിരിക്കുന്ന അവിടുന്ന്, ദീനാനാം ഈശമാനിനാം, ദീനന്മാര് ദുഃഖിതന്മാരും ഈശന്മാരെന്ന് അഭിമാനിക്കുന്നവരുമായി ഞങ്ങളുടെ അനുശാസനം ധത്തെ, ആ ശാസനയെ സ്വീകരിക്കുന്നു. അപ്പോ അത് അത്യന്ത വിഡംബനം, അത്യന്തം ഒരു അനുകരണം, അനുരൂപമല്ലാത്ത ഒരു നാട്യം മാത്രമാണ് എന്നാണ് ഈ അനുകരണം. എന്തുകൊണ്ടാ? ഭക്തന്മാരുടെ എല്ലാ സന്താപങ്ങളെയും നശിപ്പിക്കാൻ കഴിയുന്ന ആളാണ് അവിടുന്ന്. അങ്ങനെയുള്ള അവിടുന്ന് ചക്രവർത്തിയായി ഇരിക്കുന്ന എൻ്റെ ശാസനയെ അങ്ങ് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അപ്പോ രാജാക്കന്മാരെന്ന് നടിച്ചും കൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ അവിടുന്ന് കേൾക്കുന്നുവെങ്കിൽ അത് അനുരൂപമല്ലാത്ത അത്യന്ത വിഡംബനം, ഒരു നാട്യം മാത്രമാണ് അവിടുത്തെ എന്ന അടിയൻ മനസ്സിലാക്കുന്നു. നഹ്യേകസ്യാദ്വിതീയസ്യ ബ്രഹ്മണ പരമാത്മന കർമ്മഭിർവർദ്ധതേ തേജോ ഹ്രസതേ ച യഥാരവേ. ഏകനായ അദ്വിതീയനായ സർവ കാരണസ്വരൂപനായിരിക്കുന്ന പരമാത്മാവായിരിക്കുന്ന തവ തേജ, അവിടുത്തെ തേജസ് രവേ യഥ, സൂര്യൻ്റേതെന്നതുപോലെ കർമ്മങ്ങൾ കൊണ്ട് ന വർദ്ധത്തെ ന ഹ്രസത്തെ, ഒരിക്കലും കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അവിടുത്തേക്ക് ഒന്നുകൊണ്ടും വൃദ്ധിക്ഷയങ്ങളില്ല. ലോകാനുഗ്രഹത്തിന് ചെയ്യുന്നതൊക്കെ ശോഭനം. ന കർമ്മണ വർദ്ധതേ നോ കനീയാൻ എന്ന് വേദവാണി. അങ്ങയുടെ ഏതൊരു പ്രവൃത്തിക്കും കാരുണ്യം മാത്രമാണ് കാരണം, അല്ലാതെ മറ്റൊരാൾ ചെയ്യുന്ന പ്രവൃത്തി അങ്ങയെ ബാധിക്കില്ല. അങ്ങ് ആരെയും ശാസിക്കുന്നില്ല, ആരുടെ ശാസനയും സ്വീകരിക്കുന്നില്ല. അങ്ങയുടെ മായ കൊണ്ട് മറ്റുള്ളവർക്ക് കർമ്മവാൻ എന്നതുപോലെ അങ്ങയെക്കുറിച്ച് തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം അവിടുന്ന് തന്നെ, അങ്ങയെ കൂടാതെ മറ്റൊന്നില്ല. അദ്വിതീയനാണ് അവിടുന്ന്. അതുകൊണ്ട് അങ്ങയോട്, ഭഗവാനെ ശ്രീകൃഷ്ണ, അങ്ങയോട് സാദൃശ്യപ്പെടുത്താനോ ഇനി അധികമായി കാണിക്കാനോ ഒന്നും ഇവിടെ ഒന്നും തന്നെയില്ല. അങ്ങനെ ഇരിക്കെ മറ്റൊരാളുടെ ആജ്ഞ അനുസരിക്കുന്നു എന്നുള്ളത് ഒട്ടും ശരിയല്ല. ആജ്ഞാപനം കൊണ്ടും ആജ്ഞ കേൾക്കുന്നത് കൊണ്ടും അങ്ങയുടെ വൈഭവത്തിന് വൃദ്ധിയും ക്ഷയവും സംഭവിക്കണില്ല. ഉദയാസ്തമയങ്ങൾ കൊണ്ട് സൂര്യന്റെ തേജസ്സിന് എന്തെങ്കിലും വൃദ്ധിക്ഷയങ്ങൾ ഉണ്ടാവണുണ്ടോ? ഇല്ല. അതേപോലെ സൂര്യൻ ഉദിച്ചു അസ്തമിച്ചു എന്ന് ജനങ്ങൾക്ക് തോന്നുന്നു എന്നല്ലാതെ നമ്മുടെ ദൃഷ്ടിയുടെ പ്രത്യേകത കൊണ്ടാണ്. ഇതേപോലെ അവിടുത്തെ കർമ്മങ്ങളൊന്നും അവിടുത്തെ ബാധിക്കുന്നില്ല. അവിടുത്തെ ബാധിക്കുന്നു എന്ന് തോന്നുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഉദയാസ്തമനങ്ങൾ തന്നെ ഇല്ല എന്നുള്ളത് പോലെയാണ്. നവൈതേചിത ഭക്താനാം മമാഹമിതി മാധവ ത്വം തവേതി ച നാനാധി പശൂനാമിവ വൈകൃത. അജിത, ആർക്കും ജയിക്കാൻ സാധിക്കാതെ ഇരിക്കുന്ന മാധവ, മായാധിനാഥനായിരിക്കുന്ന ഭഗവാനെ, തേ ഭക്താനാം പശൂനാം ഇവ, ഭക്തന്മാർക്കു കൂടി പശുക്കൾക്ക് അറിവില്ലാത്തവർക്ക് എന്നതുപോലെ എൻ്റെ അഹം, തവ, ത്വം, നിന്റെ, നീ, ഞാൻ എന്നിങ്ങനെയുള്ള വികാരത്തെ നാനാത്വഭാവന ഉണ്ടാവണില്ല. അപ്പൊ അവിടുത്തേക്ക് ഉണ്ടാവണില്ല എന്നല്ല, അവിടുത്തെ ഭക്തന്മാർക്ക് പോലും ഉണ്ടാവണില്ല. അപ്പൊ അവിടുത്തേക്ക് ഉണ്ടാവില്ല എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, അല്ലേ? ഏത് ശരീരത്തെ കണ്ടാലും എല്ലാം അങ്ങയുടെ മൂർത്തിയാണ് എന്ന ഭാവന വന്നാൽ ഞാനെന്നും എൻ്റേതെന്നും നീയെന്നും നിന്റേതെന്നും അഹന്തയും മമതയും ഒക്കെ ഇല്ലാതെയായിട്ട് തീരും. ഈ ഭേദബുദ്ധി ആർക്കേ ഉള്ളൂ? അത് കേവലം മൂഢന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്നാണ്. അജ്ഞന്മാർക്ക് മാത്രം, അറിവില്ലാത്തവർക്ക് മാത്രം, പശുബുദ്ധി ഉള്ള ആളുകൾക്ക്. അപ്പൊ അതുകൊണ്ട് ലോകാനുഗ്രഹത്തിന് വേണ്ടി അങ്ങ് ചെയ്യുന്നു, അങ്ങ് ഇതൊക്കെ പ്രവർത്തിക്കുന്നു എന്നല്ലാതെ സത്യത്തിൽ മറ്റാർക്കും വേണ്ടി ഒന്നും പ്രവർത്തിക്കുന്നില്ല. ആ പ്രവൃത്തിയിൽ ഉച്ചനീചത്വ ഭാവങ്ങളില്ല,
ദ്വൈതങ്ങളില്ല, ഒരേ ഒരു ഒന്ന് മാത്രം. ഇത്യുക്ത്വാ യജ്ഞേ കാലേ വവ്രാൻ യുക്താൻ സ ഋത്വിജ കൃഷ്ണാനുമോദിത പാർത്ഥോ ബ്രാഹ്മണാൻ ബ്രഹ്മവാദിന. ഇത് പറഞ്ഞിട്ട് ആ യജ്ഞേ കാലെ, യാഗത്തിന് യോജിച്ച ആ കാലം എത്തിയപ്പോ കൃഷ്ണാനുമോദിത സ പാർത്ഥ, കൃഷ്ണനാൽ അനുമോദിക്കപ്പെട്ട പാർത്ഥൻ ധർമ്മപുത്രര് യുക്താൻ ബ്രഹ്മവാദിന, ഏറ്റവും യോഗ്യന്മാരായ യോജിച്ച വേദജ്ഞാനികളായിരിക്കുന്ന ഋത്വിജഹ ബ്രാഹ്മണാൻ, ഋത്വിക്കുകളായ ബ്രാഹ്മണരെ വവ്രേ വരിച്ചു. ആ രാജസൂയത്തിനുള്ള തുടക്കം. ഇങ്ങനെ രാജസൂയം കഴിക്കാൻ ഉചിതമായ വസന്തകാലത്തിൽ, ഉത്തരായന കാലത്തിൽ ശ്രീകൃഷ്ണന്റെ അനുമോദത്തോടുകൂടി, ശ്രീകൃഷ്ണന്റെ അനുജ്ഞയോടുകൂടി, അനുവാദത്തോടുകൂടി, അനുഗ്രഹത്തോടുകൂടി ധർമ്മപുത്രര് യാഗകർമ്മം നടത്താനുള്ള പ്രവൃത്തി ആരംഭിക്കുകയാണ്. വേദജ്ഞന്മാര്, യോഗ്യന്മാരായിട്ടുള്ള ബ്രാഹ്മണരെയൊക്കെ ഋത്വിക്കുകളായി, കർമ്മികളായിട്ട് തെരഞ്ഞെടുത്തു. അവിടേക്ക് ആരൊക്കെയാ വന്നത്? ദ്വൈപായനോ ഭരദ്വാജ സുമന്തുർ ഗൗതമോസിത വസിഷ്ഠശ്ച വനക്കണ്ണോ മൈത്രേയ കവശസ്ത്രിത വിശ്വാമിത്രോ വാമദേവ സുമതിർജൈമിനി ക്രതു പൈല പരാശരോ ഗർഗോ വൈശംബായന ഏവച അഥർവാ കശ്യപോ ധൗമ്യോ രാമോ ഭാർഗവ ആസുരി വീതിഹോത്രോ മധുച്ഛന്ദ വീരസേനോ കൃതവ്രണ ഉപഹൂതാസ്പധാ ചാന്യേ ദ്രോണഭീഷ്മകൃപാദയാ ധൃതരാഷ്ട്ര സഹസുതോ വിദുരശ്ച മഹാമതി. ആരൊക്കെയാ വന്നത്? ദ്വൈപായനൻ, കൃഷ്ണദ്വൈപായനൻ, ഭരദ്വാജൻ, സുമന്തു, ഗൗതമൻ, അസിതൻ, വസിഷ്ഠൻ, ച്യവനൻ, കണ്വൻ, മൈത്രേയൻ, കവശൻ, ധൃതൻ, വിശ്വാമിത്രൻ, വാമദേവൻ, സുമതി, ജൈമിനി, ക്രതു, പൈലൻ, പരാശരൻ, ഗർഗൻ, വൈശംബായനൻ, അഥർവാവ്, കശ്യപൻ, ധൗമ്യൻ, ഭാർഗവരാമൻ, ആസുരി, വീതിഹോത്രൻ, മധുച്ഛന്ദസ്, വീരസേനൻ, അകൃതവ്രണൻ എന്നിങ്ങ് ഋത്വിക്കുകൾ. ഉപദ്രഷ്ടാവ് എന്നീ പലതരത്തിലുള്ള കർമാധികാരികളായിട്ട് അവരെ തീർച്ചപ്പെടുത്തി. പിന്നെ മറ്റ് വന്ന ആളുകളാരാ? ദ്രോണര്, ഭീഷ്മര്, കൃപർ, ധൃതരാഷ്ട്രർ, അദ്ദേഹത്തിന്റെ മക്കളായിട്ടുള്ള കൗരവന്മാര്, വിതുരഭാഷ്യൻ, വിതുരശ്ച മഹാമതി പ്രത്യേകം പറഞ്ഞു. അങ്ങനെ എല്ലാവരും ആ യാഗത്തിന് മുന്നോടിയായിട്ട് എത്തിച്ചേർന്നു. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര, യജ്ഞദിദൃക്ഷവ തത്രേയു സർവരാജാനോ രാജ്ഞാം പ്രകൃതയോ നൃപ. പരീക്ഷിത്തെ, യജ്ഞദിദൃക്ഷവ, യാഗം കാണാൻ ആഗ്രഹമുള്ള സകല രാജാക്കന്മാരും, രാജ്ഞാം പ്രകൃതയ, അതേപോലെ തന്നെ രാജാക്കന്മാരുടെ ആ പ്രകൃതികളും അവരുടെ പ്രജകൾ, ശൂദ്രന്മാര്, വൈശ്യന്മാര്, ക്ഷത്രിയന്മാര്, ബ്രാഹ്മണര് ഒക്കെ അവിടേക്ക് എത്തിച്ചേർന്നു. തതസ്തേ ദേവയജനം ബ്രാഹ്മണാ സ്വർണലാംഗലൈ കൃഷ്ട്വാ തത്ര യഥാംനായം ദീക്ഷയാംശ്ചക്രിരേ നൃപം. തഥാ, അതിനുശേഷം തേ ബ്രാഹ്മണ, ആ ബ്രാഹ്മണർ സ്വർണലാംഗലൈ, സ്വർണം കൊണ്ടുണ്ടാക്കിയ കലപ്പ കൊണ്ട്, ആ കരികൾ കൊണ്ട് ദേവയജനം, യജ്ഞഭൂമിയെ കൃഷ്ട്വ, ഉഴുതിട്ട്, തത്ര യഥാംനായം, അവിടെ വേദവിധിപ്രകാരം രാജാവിനെ ദീക്ഷയാംശ്ചക്രിരെ, രാജാവിനെ വിധിപ്രകാരം ദീക്ഷിക്കാനുള്ള നിർദ്ദേശം കൊടുത്തു. അങ്ങനെ ധർമ്മപുത്ര മഹാരാജാവ് രാജസൂയത്തിന് ദീക്ഷ സ്വീകരിച്ചു എന്നും പറയുന്നു. അങ്ങനെ വിധിപ്രകാരം ദീക്ഷ സ്വീകരിച്ചു ധർമ്മപുത്ര മഹാരാജാവ്. ആ ഭാഗത്തോടുകൂടി നമ്മൾ ഇന്ന് സമർപ്പിക്കുകയാണ്. 13ാമത്തെ ശ്ലോകം മുതൽ രാജസൂയത്തിൻ്റെ ആ രംഗങ്ങളിലേക്ക് നമുക്ക് നാളെ എത്തിച്ചേരാൻ സാധിക്കട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയുണ്ടാകാൻ ആരതിയു
ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷിക വാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം.
ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാഃ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാഃ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.